ആദ്യത്തെ വയസ്സിൽ തന്നെ സ്വന്തം കഥകൾക്ക് അച്ചടിമഷി പുരളുന്ന ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഈ കുട്ടികൾക്ക്. ഇവിടെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതിയ കഥകൾ അച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഒരു സ്കൂൾ. തേഞ്ഞിപ്പലം AUP സ്കൂളാണ് കുട്ടികൾ എഴുതിയ കഥകൾ കഥാസമാഹാരമായി അച്ചടിക്കാൻ ഒരുങ്ങുന്നത്. 82 കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ എഴുത്തുകളാണ് ഉണ്ടായത്. സൂത്രകാരനായ മിട്ടു ഈച്ച, കുഞ്ഞൻ തവളയും അമ്മിണി പശുവും നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അമ്മിണി പശു പറഞ്ഞു, നമുക്ക് ഒരു കാട്ടിലേക്ക് യാത്ര പോയാലോ എന്ന്. ഹായ്, നല്ല രസമായിരിക്കും. ഈ അധ്യയന വർഷത്തിന്റെ തുടക്കം മുതലാണ് തേഞ്ഞിപ്പലം AUP സ്കൂളിലെ കുട്ടികൾ പാഠഭാഗങ്ങൾ ആസ്പദമാക്കി കുറിപ്പുകൾ എഴുതി തുടങ്ങിയത്. 82 കുട്ടികളാണ് സ്കൂളിൽ 1ാം ക്ലാസ്സിലുള്ളത്. ഒരു സന്ദർഭത്തിനെ കുറിച്ച് കുട്ടികളോട് പറഞ്ഞാൽ 82 പേരിൽ നിന്നും വ്യത്യസ്തമായ കഥകൾ പിറവിയെടുക്കാൻ തുടങ്ങി. പഠന പാഠ്യേതര രംഗങ്ങളിൽ ഒട്ടനവധി മുന്നേറ്റങ്ങൾ, അത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടുള്ള ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ ഭാഗമായിട്ട് പാഠപുസ്തകങ്ങൾ മാറി. അങ്ങനെ പുതിയ പാഠപുസ്തകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അധ്യാപകർക്ക് ജോലിഭാരം വർദ്ധിച്ചിട്ടുണ്ട് നമുക്കറിയാം. പക്ഷേ 1ാം ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഫലപ്രാപ്തി കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്വന്തം ചുറ്റുപാടിൽ നിന്ന് കുട്ടികൾ കണ്ട സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും കഥകളായി പരിണമിച്ചു. ഈ വൈവിധ്യം തന്നെയാണ് കുഞ്ഞു കഥകളുടെ വലിയ സമാഹാരത്തിലേക്ക് വഴി തുറന്നതെന്ന് അധ്യാപകർ പറയുന്നു. അവരുടെ പുസ്തകം ഇറങ്ങിയപ്പോൾ ആദ്യം ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ അത് പ്രകാശനം ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അതിൻ്റെ ചട്ടയൊക്കെ മനോഹരമാക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി. പിന്നെ പലരും അതിൽ അവരുടെ ഫോട്ടോ ഒട്ടിച്ചു കൊണ്ടുവന്നു. അതൊക്കെ ആയപ്പോഴാണ് അതിൻ്റെ കൂടുതലായിട്ട് അവർക്കൊരു സന്തോഷം. എഴുതുമ്പോൾ അത്രയും അങ്ങോട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു അധ്യയന വർഷത്തിന്റെ മുഴുവൻ ശ്രമഫലമാണ് കുരുന്നുകളുടെ ഭാവനകളിൽ തെളിഞ്ഞ കഥകളും കഥാപാത്രങ്ങളും. അതിനുമപ്പുറം മലയാളം വായിക്കാനും എഴുതാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നുവെന്നതും 6ഓ 7ഓ വയസ്സിൽ തന്നെ കുട്ടികളുടെ സ്വന്തം പേരിൽ കഥ പുസ്തകത്തിൽ അച്ചടിച്ചു വരുന്നുവെന്നതും പ്രത്യേകതയാണ്. ഒരു ചിത്രം നമ്മൾ നൽകി കഴിഞ്ഞാൽ അതിൽ നിന്ന് 32 പേരുടെ ഒരു കഥ വരുമ്പോൾ 32 കഥാപാത്രങ്ങളും അതുപോലെ 32 കഥാസന്ദർഭങ്ങളുമായിട്ട് ആ ഒരു ചിത്രം മാറുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. മാറിയ പാഠപുസ്തക സമീപന രീതിയിലെ സംയുക്ത ഡയറിയിലെ രചനകളാണ് കുട്ടികളെ കൊണ്ട് കഥകൾ എഴുതിക്കാനും അത് പുസ്തകമാക്കി മാറ്റാനും അധ്യാപകർക്ക് പ്രചോദനമായത്. കുട്ടികൾ സ്വന്തമായിട്ട് തന്നെ കുട്ടികളുടെ ആ ഒരു ഭാവനയിൽ നിന്ന് കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് കഥയുണ്ടാക്കുകയാണ്. അപ്പോൾ അത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു കുട്ടികൾ അങ്ങനെ എഴുതുന്നുള്ള വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ പുതിയ രീതിക്കായി അധ്യാപകർ കൂടുതൽ അധ്വാനം നടത്തേണ്ടി വരുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മികവുകൾ ഉണ്ടാകുന്നത് അധ്യാപകർക്ക് സംതൃപ്തി ഉളവാക്കുന്നുണ്ട്. എഴുത്തുപൂക്കൾ എന്ന പേരിലാണ് കുട്ടികളുടെ എഴുത്തുകൾ അച്ചടിമഷി പുരണ്ട് പുറത്തെത്തുക. കേരള വിഷൻ, തേഞ്ഞിപ്പലം.